ബലഹീനരിൽ ഈശ്വരന്റെ മുഖം ദർശിച്ച് കാരുണ്യത്തിന്റെ കരം നീട്ടി സ്നേഹത്തിന്റെ അന്നം നൽകി കഴിവുകളെ വളർത്തി കുറവുകളിൽ താങ്ങായി അമ്മയുടെ വാത്സല്യം നൽകി കരുതലിന്റെ കാവൽ ഭവനമൊരുക്കി കൂരിരുളിൽ വെളിച്ചമേകി വേദനകളിൽ ദൈവത്തിൽ ആശ്രയിപ്പിച്ച് കേരളത്തിലെ ആദ്യത്തെ ഏകദേശീയ സന്യാസിനി സഭയായ CMC സഭയുടെ പാലാ ജയമാതാ പ്രൊവിൻസ് ഒരുക്കുന്ന ദൈവത്തിന്റെ കാവൽ ഭവനം. പാലാ നഗരത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന ജൂബിലി കപ്പേളയുടെ മുൻപിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. കപ്പേളയ്ക്ക് മുകളിൽ നഗരത്തെ മുഴുവൻ അനുഗ്രഹിച്ചു നിൽക്കുന്ന ക്രിസ്തുരാജന്റെ രൂപവും, താഴെ നഗരത്തെ തന്റെ കാപ്പയിൻ കീഴിൽ ചേർത്തു നിർത്തുന്ന അമലോത്ഭവ മാതാവും. പാലാ നഗരത്തിന്റെ അനുഗ്രഹ സ്രോതസ്സാണിവിടം. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ പാലാ തൊടുപുഴ ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ മലനാടിൻ്റെ മനോഹാരിതയും മണ്ണിനെ സ്നേഹിക്കുന്ന, മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകന്റെ മുഖഭാവത്തോടെ സമൃദ്ധിയും ശാലീനതയും നിറഞ്ഞു നിൽക്കുന്ന അന്തീനാട് എന്ന ഗ്രാമത്തിലെത്താം. ജാതിമത ഭേദമന്യേ ഏവരുടെയും ആശ്രയമായി, അനുഗ്രഹമായി വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയവും കുരിശടിയും അന്തീനാട് ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്നത് മനോഹരമായൊരു കാഴ്ചയാണ്. ഈ ദേവാലയത്തിൻ്റെ ഓരം ചേർന്ന് വീതി കുറഞ്ഞൊരു റോഡിലൂടെ 100 മീറ്റർ സഞ്ചരിക്കുമ്പോൾ നാം എത്തിച്ചേരുന്ന ഭവനമാണ് ശാന്തി നിലയം. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ശാന്തിയും സമാധാനവും. ഈ തിരുവചനം അന്വർത്ഥമാക്കുന്ന ദൈവത്തിൻ്റെ കാവൽ ഭവനം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച CMC സന്യാസിനി സമൂഹത്തിന്റെ ശ്രദ്ധ 1980-കളായപ്പോൾ സമൂഹത്തിൽ പലതരത്തിലുള്ള ശാരീരിക വൈകല്യങ്ങൾ നിമിത്തം ക്ലേശിക്കുന്നവരിലേക്ക് തിരിഞ്ഞു. അന്നത്തെ CMC പാലാ ജയമാതാ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ആയിരുന്ന ബഹുമാനപ്പെട്ട ഹാരോൾഡ് അമ്മയുടെയും സഹപ്രവർത്തകരുടെയും ശ്രദ്ധ മറ്റെല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുമൊപ്പം ശാരീരിക വൈകല്യം മൂലം ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങളിലേക്ക് തിരിഞ്ഞു. 1980 മാർച്ച് മാസത്തിൽ ശാരീരിക വൈകല്യമുള്ള പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കുവാനും തൊഴിൽ പരിശീലനത്തിനുമായി ശാന്തി നിലയം എന്ന പേരിൽ വികലാംഗ പരിശീലന കേന്ദ്രം ആരംഭിച്ചു. 35 വർഷങ്ങൾ പിന്നിടുമ്പോൾ 135 പെൺകുട്ടികളാണ് ഈ ഭവനത്തിൽ പഠിച്ച് വളർന്ന് സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവരും വിവാഹാന്തസ്സിൽ പ്രവേശിച്ച് കുടുംബജീവിതം നയിക്കുന്നവരും ശാന്തി നിലയത്തിൽ തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുമായി ജീവിതത്തിന് അർത്ഥവും നിലനിൽപ്പും കണ്ടെത്തിയത്. ശാന്തി നിലയത്തിൻ്റെ ആപ്തവാക്യം കരുണാർദ്ര സ്നേഹത്തിൻ്റെ സുവിശേഷ പാഠം ജീവിതത്തിൽ അന്വർത്ഥമാക്കുക. ജീവിതത്തിൽ ശാരീരിക വൈകല്യം മൂലം വെല്ലുവിളികൾ അനുഭവപ്പെടുന്ന കുരുന്നു ജീവിതങ്ങൾക്ക്
അവർ മൂലം വേദന അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് കനിവിൻ്റെ കൈത്താങ്ങ് നൽകുകയും അവരെ കരുതലോടെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട സാന്ത്വന പരിചരണം നൽകുകയും അവരുടെ കഴിവുകൾ കണ്ടെത്തി പടിപടിയായി അവരെ വളർത്തുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെ എത്തിക്കുക. ശാന്തി നിലയത്തിൽ പഠിച്ചു വളർന്ന് ഇന്ന് കുടുംബജീവിതം നയിക്കുന്ന ചിലർ. എൻ്റെ പേര് ശ്രീദേവി. ഞാൻ വളരെ ചെറുപ്പത്തിലേ ഇവിടെ വന്നതാണ്. എൻ്റെ മോളുടെ അത്രയേ ഉള്ളായിരിക്കും. 5 വയസ്സിൽ ഞാനിവിടെ വന്നു. ഇവിടെ സിസ്റ്റർ, അന്ന് ജോസ്ലിൻ സിസ്റ്ററും സിസ്റ്റർ വിമലയും ഉണ്ടായിരുന്നു. അവരാണ് എന്നെ വീട്ടിൽ വന്ന് ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ വന്ന് ഞാൻ പിന്നെ ഉടനെ സ്കൂളിൽ പോകാൻ തുടങ്ങി. പിന്നെ 10 വർഷം ഇവിടെ നിന്നായിരുന്നു പോകുന്നത്. കടനാട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് HSSൽ. അന്ന് ഇവരെന്നെ എടുത്തോണ്ടാണ് ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തും, തിരിച്ച് അതേപടി എടുത്തുകൊണ്ട് വരും. അങ്ങനെ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് സുധീന്ദ്രനാഥ്. കാരാപ്പുഴ കോട്ടയത്ത് ബിസിനസ് നടത്തുവാണ്. സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ തിരുനക്കര SBIയുടെ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ശാന്തമ്മ എന്നാണ്. ഞാൻ മലൂരാണ് താമസിക്കുന്നത്. ഞാൻ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ശാന്തി നിലയം സ്ഥാപനത്തിൽ വന്ന് പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 2 വർഷം എന്നെ KGT കോഴ്സ് പഠിപ്പിക്കാൻ വിട്ടു. അങ്ങനെ പഠിപ്പിക്കാൻ വിട്ട സമയത്ത് അത് പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷം എൻ്റെ വൈകല്യം മനസ്സിലാക്കി എന്നെ സ്വീകരിക്കാനൊരു ആൾ വന്നു. ആ ആളെ ഞാൻ ഇഷ്ടപൂർവ്വം തന്നെ കല്യാണം കഴിച്ചു. എനിക്ക് 2 കുട്ടികളുണ്ട്. അവരും ചേട്ടനുമായിട്ട് ഞാൻ സന്തോഷപൂർവ്വം കുടുംബജീവിതം നയിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ KGT കോഴ്സ് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ശാന്തി നിലയത്തിൽ വീണ്ടും സ്കൂളിൽ ജോലി ലഭിച്ചു. അവിടെ വന്ന് ജോലി ചെയ്യുകയും രാവിലെ സ്കൂൾ ബസ്സിന് വരികയും വൈകിട്ട് വീട്ടിൽ പോവുകയും ചെയ്യും. അങ്ങനെ വളരെ സന്തോഷപൂർവ്വം എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ശാന്തി നിലയം പെൺകുട്ടികൾക്ക് മാത്രമല്ല, ശാരീരിക വൈകല്യം അനുഭവിക്കുന്ന ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും താങ്ങും തണലുമായി എന്നും നിലകൊണ്ടിരുന്നു. എൻ്റെ പേര് ഗോപി എന്നാണ്. താമസിക്കുന്നത് പന്നങ്ങാനത്താണ്. അപ്പം ഞാൻ ഈ ശാന്തി നിലയവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് സിസ്റ്റർ ജോസ്ലിൻ സിസ്റ്ററാണ് എനിക്കൊരു ജോലിയുടെ കാര്യം പറഞ്ഞ. ആലുവ കൃപയെന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ ഇലക്ട്രോണിക്കും കുടനിർമ്മാണം പഠിക്കാനും പോയി. അവിടെ കുടനിർമ്മാണം പഠിച്ചതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ ഞാൻ തൊഴിൽ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം കുറേ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ഞാൻ നിർമ്മിച്ച് വിതരണം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് ഗവൺമെൻറ് സർവീസിൽ ഒരു ജോലി കിട്ടുകയും അതും പ്രകാരം ഞാൻ നിർമ്മാണം കുറച്ച് നാൾ ബിൽഡിംഗ് ആക്കിക്കൊണ്ട് ഞാൻ ജോലിയിൽ പ്രവേശിപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MSW പൂർത്തിയാക്കിയ സിസ്റ്റർ ജൂലി, സിസ്റ്റർ വിമല എന്നിവരായിരുന്നു ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ശാരീരികമായ വൈകല്യമുള്ള 15 പെൺകുട്ടികളാണ് ആദ്യമായിട്ട് ഈ സ്ഥാപനത്തിൽ വന്നു ചേർന്നത്. അവർ പല പ്രായത്തിലുള്ള കുട്ടികളായതുകൊണ്ട് പഠിക്കാനും ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ വെച്ച് തന്നെ അവരെ പെൻഷനായ സിസ്റ്റേഴ്സ് ഇവിടെ ഇരുത്തി പഠിപ്പിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ കുറേ കുട്ടികളും കൂടെ വന്നപ്പോൾ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാകുകയും അവരെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് പഠിപ്പിക്കുകയും ചെയ്തു. വിവാഹാന്തസ്സിൽ പ്രവേശിക്കാൻ കഴിയാത്ത പെൺകുട്ടികൾക്ക് പരാശ്രയം കൂടാതെ ജീവിക്കുവാനും സ്വയം തൊഴിലിലൂടെ വരുമാനം കണ്ടെത്തി സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുവാനുമായി അവർ നടത്തിയ പരിശ്രമങ്ങൾ വിജയപ്രദമായി. എൻ്റെ പേര് രശ്മി എന്നാണ്. ഞാനിവിടെ ചെറുപ്പത്തിൽ വന്നതാണ്. ഇവിടെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് തയ്യൽ പഠിച്ചു. തയ്യൽ പഠിച്ചതിന് ശേഷം 12 വർഷമായി ഞാൻ ഇവിടുന്ന് പോയിട്ട്. എന്നിട്ട് സ്വന്തമായിട്ട് കടയിട്ടിട്ട് വീട്ടിലെല്ലാ കാര്യങ്ങളും ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കുന്നു. സ്വയം തൊഴിൽ ചെയ്യുന്നവരും പല കാരണങ്ങളാലും സ്വന്തം ഭവനങ്ങളിലേക്ക് തിരികെ പോകാൻ പറ്റാത്തവരുമായ പെൺകുട്ടികൾക്ക് ശാന്തി നിലയം തന്നെ ഇന്നും കാവൽ ഭവനമായി നിലകൊള്ളുന്നു. ഞാനിവിടെ വന്നിട്ട് 35 വർഷമായി. എൻ്റെ പേരാണ് ആദ്യം ഇവിടെ കൊടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇവിടെ വന്നപ്പോൾ 2-3 പിള്ളേരേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും വളരെ സ്നേഹത്തിലായിരുന്നു. പിന്നെ എല്ലാവരുടെയും വിചാരം ഈ മടങ്ങളിൽ നിന്നാൽ ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടുമോ,
സുഖമായിട്ടാണോ അവർ നോക്കുന്നത്, വഴക്കുണ്ടോ എന്നൊക്കെയാണ്. പക്ഷെ വെറുതെയാണ്. വീടുകളിൽ ജീവിക്കുന്നതിനേക്കാളും സുഖമായിട്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. ഞങ്ങൾ എന്താഗ്രഹം പറഞ്ഞാലും ഞങ്ങളുടെ സിസ്റ്റർ ഞങ്ങൾക്ക് സാധിച്ചു തരും. അതുപോലെ തന്നെ വർഷത്തിലൊന്ന് ഞങ്ങളെ ടൂർ കൊണ്ടുപോവുകയും അതുപോലെ മത്സരങ്ങൾക്കൊക്കെ കൊണ്ടുപോയി ഞങ്ങളെ ഒരുപാട് മത്സരിപ്പിക്കുകയും സമ്മാനങ്ങൾ മേടിച്ചു തരികയൊക്കെ ചെയ്യും. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. കാരണം വീട്ടിലാണെങ്കിൽ അങ്ങനൊന്നും ആരും എങ്ങും കൊണ്ടുപോവുകയില്ല, വീടിനുള്ളിൽ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ഇത്രയും ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നതും ഇങ്ങനെ ഒരു തൊഴിൽ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതും ഇതൊക്കെ പഠിച്ചതുമൊക്കെ ഇവിടെ വന്നതുകൊണ്ടാണെന്ന് എനിക്ക് ശരിക്കും അറിയാം. ശാന്തി നിലയത്തിൽ വളർന്ന് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ അവർ തങ്ങളുടെ മാതൃഭവനം എന്ന സ്വാതന്ത്ര്യത്തോടെ ശാന്തി നിലയത്തെ ആശ്രയിക്കുന്നു. ശാന്തി നിലയം എന്നും അവർക്ക് കരുതൽ ഭവനമായി മാറുന്നു. എൻ്റെ പേര് ശാലിനി, വീട് ഏഴാച്ചേരി. ഞാൻ 5 വയസ്സുള്ളപ്പോൾ ശാന്തിനിലയം കോൺവെൻറ്റിൽ വന്നതാണ്. അന്ന് മുതൽ 1 വർഷം കോൺവെൻറ്റിൽ വെറുതെ ഇരുന്നു. അതിനുശേഷം അവിടുന്ന് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. പിറ്റേ വർഷം മുതൽ 10ാം ക്ലാസ് വരെ അവിടുത്തെ നല്ലവരായ സിസ്റ്റർമാർ ഞങ്ങളെ എടുത്തും കയ്യിൽ പിടിച്ചും സ്കൂളിൽ കൊണ്ടുപോയി ആക്കി. എനിക്ക് ജോലിയൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിനടുത്താണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പം ചെറിയ ക്ലാസ്സിൽ എന്നെ ഇവിടെ കോൺവെൻറ്റിൽ നോക്കിയ സിസ്റ്ററാണ് വീണ്ടും ഞങ്ങളെ നോക്കാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ സിസ്റ്ററിൻ്റെ ഇഷ്ടപ്രകാരവും സിസ്റ്ററിൻ്റെ സമ്മതപ്രകാരവും എന്നെ വീണ്ടും കോൺവെൻറ്റിൽ നിർത്തി അവിടുത്തെ സ്കൂൾ ബസ്സിൽ ഞാൻ ഇപ്പോൾ ജോലിക്ക് പോകുന്നു. കടനാട് പഞ്ചായത്തിൽ സീനിയർ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു. സന്തോഷകരമായി പോകുന്നു. ശാന്തി നിലയത്തിൽ ഇന്നുവരെ ജീവിച്ചവരും പഠിച്ചവരും അവരുടെ മാതൃഭവനമായി ഇതിനെ സ്നേഹിക്കുന്നു. സ്വാതന്ത്ര്യത്തോടെ ഇവിടേക്ക് അവർ വരുന്നു. എൻ്റെ പേര് ജോളി. ഞാനിവിടെ വരുന്നത് 7ാം ക്ലാസ് കഴിഞ്ഞാണ് ഞാനിവിടെ വന്നത്. 7ാം ക്ലാസ് കഴിഞ്ഞ് പഠനം തുടരാനുള്ളൊരു സാഹചര്യം ഇല്ലാത്ത ഒരു സന്ദർഭമായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിയാനിടയായത്. ഏകോദര സഹോദരങ്ങളെ പോലെ സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നു. ശാന്തി നിലയവും ഇവിടുത്തെ സിസ്റ്റേഴ്സും എന്നും അവരെ മക്കളായി കരുതി പോറ്റുന്നു. ദൈവത്തിൻ്റെ ഈ കാവൽ ഭവനം ശാരീരിക വൈകല്യം അനുഭവിക്കുന്ന മക്കൾക്ക് ഇന്നും എന്നും കാരുണ്യതീരമാകുന്നു. ഈ വർഷം കരുണയുടെ വർഷമായി ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാനസികവും ശാരീരികവുമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന ഈ മക്കളെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന ഇവിടുത്തെ ഭവനാംഗങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ മനുഷ്യജീവനോടും അതിൻ്റെ എല്ലാ അവസ്ഥകളോടും നമുക്ക് കരുണയുള്ളവരാകാം. പരിശുദ്ധാത്മാവ് സഭയിൽ എന്നും അതാതു കാലത്തെ അധികാരികളിലൂടെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നു. ആയിരത്തി 1990-കളിൽ സഭയുടെ ശ്രദ്ധ സമൂഹത്തിലും കുടുംബത്തിലും ഏറെ അവഗണന അനുഭവിക്കുന്ന ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുഞ്ഞുങ്ങളിലേക്ക് തിരിഞ്ഞു. ശാരീരിക വൈകല്യവും ബുദ്ധിമാന്ദ്യവും മൂലം ഈ കുഞ്ഞുങ്ങൾ കുടുംബങ്ങൾക്ക് പോലും ഭാരമാകുന്നുവെന്നും അക്ഷരവെളിച്ചമോ പരിഗണനയോ ലഭിക്കാതെ അവർ തഴയപ്പെടുന്നു എന്നും മനസ്സിലാക്കി ശാന്തി നിലയം സ്പെഷ്യൽ സ്കൂൾ ആരംഭിച്ചു. ആയിരത്തി 1990-ൽ 4 അധ്യാപകരും കേവലം 15 വിദ്യാർത്ഥികളുമായി ആരംഭിച്ച ഈ സ്കൂൾ ഇന്ന് സിൽവർ ജൂബിലിയിൽ എത്തി നിൽക്കുമ്പോൾ 500-ലധികം കുട്ടികളാണ് പഠനത്തിലും സ്വയം പര്യാപ്തതയിലും കലാകായിക രംഗങ്ങളിലും ഏവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ദൈവകൃപ വെളിവാക്കുന്നത്. കാലാകാലങ്ങളിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ കൗൺസിലുകൾ ഈ ദൈവമക്കളെ പോറ്റി വളർത്തുന്നതിൽ കാണിക്കുന്ന നിതാന്ത ജാഗ്രത
ആളും അർത്ഥവും നൽകി സഹായിക്കുന്നത് നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മാറി മാറി വരുന്ന വികാരിയച്ചന്മാർ ഈ സ്ഥാപനത്തോട് കാണിക്കുന്ന പ്രത്യേക സ്നേഹവും പരിഗണനയും വാത്സല്യവും എടുത്തു പറയേണ്ടത് തന്നെ. ഒപ്പം നല്ലവരായ ഇടവക ജനവും നാട്ടുകാരും രാഷ്ട്രീയ മത സാംസ്കാരിക മേഖലകളിലുള്ള എല്ലാവരും ഈ ദൈവകരുണയുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം കൈകോർക്കുന്നു എന്നതും നന്ദിയോടെ സ്മരിക്കട്ടെ. ഈ സ്ഥാപനത്തിലെ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളായി കരുതി അവർക്ക് വേണ്ടി അത്യുധ്വാനം ചെയ്യുന്ന ഈ ഭവനത്തിലെ മദറിനോടും സിസ്റ്റേഴ്സ് എല്ലാവരോടും സ്റ്റാഫ് അംഗങ്ങളോടും ഞങ്ങൾക്കുള്ള നന്ദി പറഞ്ഞറിയിക്കാൻ വയ്യ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ബോർഡിംഗ് സൗകര്യം, 18 വയസ്സ് തികയുന്നവർക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, 3 സ്പെഷ്യൽ ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത് മെഡലുകൾ വാരിക്കൂട്ടിയ കായിക പരിശീലന കേന്ദ്രം, ശാരീരിക വൈകല്യങ്ങളെ മറികടക്കാൻ ഉതകുന്ന വിവിധ തരം തെറാപ്പികൾ, കലാതിലകത്തെ വാർത്തെടുത്ത വിവിധ കലകളുടെ പരിശീലന കളരികൾ, അർപ്പണബോധമുള്ള അധ്യാപക അനധ്യാപക നേതൃത്വം ഈ സ്കൂളിനെ ബെസ്റ്റ് സ്പെഷ്യൽ സ്കൂൾ സ്ഥാനത്തേക്ക് ഉയർത്തി. ശാരീരിക മാനസിക വെല്ലുവിളികളെ നേരിടുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഏക സ്കൂൾ, കരൂർ പഞ്ചായത്തിലെ ഏക സ്കൂളാണ് ഈ ശാന്തി നിലയം. ഇത് മറ്റുള്ള പഞ്ചായത്തുകൾക്ക് ഒരു മാതൃകയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. കേരളത്തിലെ ഏതൊരു നോർമൽ സ്കൂളിലെ കുട്ടികളെയും പോലെ ഇവരും സ്കൂൾ ബസ്സിലും മറ്റു വാഹനങ്ങളിലുമായി സ്കൂളിൽ എത്തുന്നു. കരുണയും സ്നേഹവും കരുതലും വാത്സല്യവുമായി അധ്യാപകർ അവരെ കാത്തുനിൽക്കുന്നു. നമ്മെപ്പോലുള്ള സകലാംഗരായ വ്യക്തികൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപയും അതിൻ്റെ ആഴവും തിരിച്ചറിയുവാനും ആ കൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനുമുള്ള സന്ദേശവുമായി ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നവരാണ് വൈകല്യമുള്ളവർ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശുവിൻ്റെ ബലിജീവിതത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ജീവിതം. കാരണം അവരുടെ ആയുഷ്കാലം മുഴുവൻ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ഒരു ജീവിതം മുഴുവനും വെല്ലുവിളിയുടേതായ സഹനങ്ങൾ ഉൾക്കൊള്ളുന്നവരാണവർ. അതുകൊണ്ടാണ് ഇവർക്ക് പരിശീലനം നൽകുമ്പോൾ സാധാരണ സ്കൂളുകളിൽ നൽകുന്ന പരിശീലനമല്ല വിഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് നാം നൽകുക. 18 വയസ്സിന് മുകളിലുള്ള അഡൽട്ടന്മാറിനെ കുറിച്ച് മാതാപിതാക്കൾക്കും സ്ഥാപന അധികാരികൾക്കും ഏറെ ഉത്കണ്ഠയുണ്ട്. കാരണം അവരുടെ കാര്യത്തിൽ ഗവൺമെൻറ്റോ സ്ഥാപനങ്ങളോ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് സമൂഹവും ഗവൺമെൻറ്റും ഒത്തൊരുമിച്ച് അഡൽട്ടന്മാറിന് വേണ്ടി എന്തെങ്കിലും വൊക്കേഷണൽ ട്രെയിനിങ് പദ്ധതി ആവിഷ്കരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസംബ്ലിയോടെ ആരംഭിക്കുന്ന വിദ്യാദിനത്തിൽ അധ്യാപകർ കുട്ടികളോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കാൻ, എക്സർസൈസുകൾ ചെയ്യാൻ അവരെ പഠിപ്പിക്കുന്നു. ലോകദൃഷ്ട്യാ നിസ്സാരമെന്ന് നാം കരുതുമെങ്കിലും ബൈബിൾ സ്വയം വായിക്കുക,
ദിനപത്രം വായിക്കുക, പ്രതിജ്ഞ ചൊല്ലുക, ഇവയെല്ലാം ഈ കുരുന്നുകൾ വളരുന്നു എന്നതിൻ്റെ തെളിവുകളാണ്. കുട്ടികളുടെ IQ അനുസരിച്ച് കെയർ ഗ്രൂപ്പ്, പ്രീ പ്രൈമറി, പ്രൈമറി, പ്രീ വൊക്കേഷണൽ, വൊക്കേഷണൽ എന്നിങ്ങനെ വിവിധ ക്ലാസുകളായി തിരിക്കുന്നു. മനുഷ്യജീവിതത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പോലും ഇവർ തങ്ങളുടെ അധ്യാപകരിൽ നിന്ന് പഠിക്കുന്നതിനാൽ ഇതിനെ ഗുരുകുല വിദ്യാഭ്യാസമായി കരുതാം. ഈ ഇടവകയുടെ ആത്മീയമായ നന്മയ്ക്കും പുരോഗതിക്കും വളരെയധികം സഹായമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ ഇടവകയുടെ ഏക സ്ഥാപനമായ ശാന്തിനിലയം സ്പെഷ്യൽ സ്കൂൾ. കരുണയുടെ ഈ വർഷത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സ്കൂളിനേക്കാൾ കൂടുതലായിട്ടൊരു പുണ്യ തീർത്ഥമായിട്ട് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും സഹാനുഭൂതിയും പങ്കുവയ്ക്കുന്ന, പകർന്നു കൊടുക്കുന്ന ഒരു വലിയ പുണ്യ സങ്കേതമാണ് ഈ ശാന്തിനിലയം സ്പെഷ്യൽ സ്കൂൾ. ഒരു ശാരീരികമായ ഒരു പുരോഗതി മാത്രമല്ല, ഡെവലപ്മെൻ്റ്, മറിച്ച് ആത്മീയ തലത്തിലും ഈ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് ഉപകരിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഈ പ്രശ്നം നടത്തിക്കൊണ്ടുപോകുന്ന പ്രിൻസിപ്പൽ പ്രിൻസിയും അതുപോലെ മദറും വളരെ ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ ധ്യാനങ്ങളുണ്ട്, കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുണ്ട്, കൂദാശീകരണ സൗകര്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ അവർക്കിപ്പം കിട്ടുന്നുണ്ട്. ആൺകുട്ടികൾക്ക് മാത്രമായി ഒരു ബോർഡിംഗ് 1990 മുതലുള്ള ഈ സ്വപ്നം പൂവണിയുന്നത് 2014 അന്തീനാട് ഇടവകാംഗമായ റെവറൻ ഫാദർ ജോസഫ് തയ്യിൽ ദാനമായി നൽകിയ ഒരേക്കർ സ്ഥലത്ത് ജ്യോതി ഭവൻ എന്ന പേരിൽ അതിമനോഹരമായ ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ബോയ്സ് ഹോസ്റ്റൽ CMC സഭാധികാരികൾ ഈ കുഞ്ഞുങ്ങൾക്കായി പണി കഴിപ്പിച്ചു. നിരന്തരമായ പരിശീലനം കൊണ്ട് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, കലാകായിക രംഗം എന്നിവയിൽ അത്ഭുതകരമായ നേട്ടങ്ങളാണ് ഈ കുരുന്നുകൾ കൈവരിക്കുന്നത്. പാവനിർമ്മാണം, ആഭരണങ്ങൾ, മഫ്ലറുകൾ, പൂക്കൾ, അലങ്കാര വസ്തുക്കൾ, പൂക്കൊട്ടകൾ തുടങ്ങി ഇവയുടെ നീണ്ട നിര തന്നെയുണ്ട്. വിവിധ സ്റ്റാളുകളിലൂടെ ഇവ വിറ്റഴിക്കുന്നു. വിവിധതരം പെയിന്റിങ്ങുകളിലൂടെ ബുദ്ധിയുറയ്ക്കാത്ത ഈ കുഞ്ഞുങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കലയുടെ കലവറ തുറക്കപ്പെടുന്നു. സോപ്പ്, ലോഷൻ, തയ്യൽ, കൂട് നിർമ്മാണം എന്നിവയിലൂടെ സ്വയം തൊഴിലും വരുമാനവും നേടുന്നു. സ്പെഷ്യൽ സ്കൂൾ കലാതിലകത്തെ വാർത്തെടുക്കുവാൻ തക്കവിധം ഡാൻസിലും മറ്റ് ഇതര കലാരംഗങ്ങളിലും ഇവർ മുൻപന്തിയിലാണ്. എൻ്റെ പേര് ജെസ്സി, മോൻ്റെ പേര് ജോസ്മോൻ. ഇവനിവിടെ പഠിക്കാൻ വന്നിട്ട് ഏകദേശം 10 വർഷത്തോളമായി. വന്നതിൽ പിന്നെ വളരെയധികം വ്യത്യാസമുണ്ട്. സ്പോർട്സിന് എല്ലാ ആക്ടിവിറ്റീസും, അതുപോലെ പാട്ട്, ഫിസിയോതെറാപ്പി ചെയ്യാനും സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും വളരെയധികം മുമ്പിലാണ്. എൻ്റെ മോള് 16 വർഷമായി ഇവിടെ ബോർഡിങ്ങിലാണ് സ്കൂളിൽ പഠിക്കുന്നത്. ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ അകമഴിഞ്ഞ സ്നേഹവും പെരുമാറ്റവും എല്ലാം കൊണ്ട് അവൾക്ക് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയുന്നുണ്ട്. 14 വർഷമായി ഒരാൾ വന്നിട്ട് 12 വർഷമായി. പിന്നെ തന്നെത്താൻ ഒരു കാര്യവും ചെയ്യൂലായിരുന്നു. ഇപ്പം ഭക്ഷണമൊക്കെ തന്നെത്താൻ എടുത്ത് കഴിക്കുകയും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്യുകയും ചെയ്യും ഇവിടെ വന്നേ. പിന്നെ
3 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത സ്പോർട്സ് താരങ്ങളുടെ നിര തന്നെ ഈ സ്കൂളിന്റെ പ്രശസ്തി വിളിച്ചോതുന്നു. അതിമനോഹരമായ ഒരു ബാൻഡ് ട്രൂപ്പും ശിങ്കാരിമേള ട്രൂപ്പും ഈ കുഞ്ഞുങ്ങളിലൂടെ ഒരുക്കിയിരിക്കുന്നു. ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയിൽ പാലായിലും ഇതര സ്ഥലങ്ങളിലും ഇവർ നിരന്തര സാന്നിധ്യമാണ്. കരുണയുടെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഭവനമൊരുക്കി നമ്മുടെ സഹോദരങ്ങളുടെ കാവൽക്കാരാകാം. അവരും ഇവിടെ വളരട്ടെ.